ചേർന്ന് നിന്ന രക്ഷാധികാരികൾക്കും രക്ഷകർത്താക്കൾക്കും PTA-ക്കും മാനേജ്മെന്റിനും എൻ്റെ ഹൃദയാഴിയിൽ നിന്നുള്ള മനം തൊടുന്ന സന്തോഷം, നന്ദി, കൃതജ്ഞത എന്നിവ അറിയിക്കുകയാണ്. ഏറെ ആഹ്ലാദകരമായ ഒരു സാഹചര്യത്തെ, അത്രമേൽ ആഹ്ലാദകരമായ ഈ വേദിയെ അല്ലെങ്കിൽ ഈ പരിപാടിയെ അത്യാഹ്ലാദത്തിലേക്ക് എത്തിക്കുന്ന ഒരു വിശിഷ്ടാതിഥിയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഈ പരിപാടിയുടെ മേന്മ അത് വാനോളം ഉയരുന്നതിന് ഇടയായിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിലെ വിദ്യാലയങ്ങളുടെ എല്ലാം അമരക്കാരൻ, വിദ്യാഭ്യാസ പ്രക്രിയയുടെ നവജാഗരണ പ്രക്രിയയിൽ മുൻപിൽ നിൽക്കുന്ന AEO P. മൊയ്തീൻകുട്ടി സാറിനെ നമുക്ക് ലഭിച്ചതിൽ അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ തൻ്റെ ഔദ്യോഗിക തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് തന്നെ മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും എന്നാലും ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തി ഈ പരിപാടിയെ ധന്യമാക്കുന്ന ഈ പരിപാടി കൂടുതൽ പ്രസക്തവും അതുപോലെ തന്നെ അനുഗ്രഹീതവുമാക്കുന്ന AEO മൊയ്തീൻകുട്ടി സാറിന് എൻ്റെ പേരിലും എൻ്റെ വിദ്യാലയത്തിൻ്റെ പേരിലും ഹൃദയാഴിയിൽ നിന്ന് നിർഗളിക്കുന്ന സ്വാഗതം ഞാൻ ഏറെ ഹൃദ്യതയോടെ ആശംസിക്കുകയാണ്. ഏറ്റവും സ്നേഹവായ്പോടുകൂടിയുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം ഇവിടെ ഈ പരിപാടിക്കെത്തിയ രക്ഷിതാക്കളെയും എൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നതിന് മുമ്പ് ഇവിടുത്തെ അധ്യാപകരെ ഏറ്റവും പ്രിയം നിറഞ്ഞ കുട്ടികളെ, എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾ എല്ലാ മേഖലകളിലും കായിക മത്സരങ്ങളിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലൊക്കെ വളരെ നല്ല നിലവാരം പുലർത്തുന്നവരാണ്. വളരെയധികം അനുമോദനങ്ങളും സമ്മാനങ്ങളും മേടിക്കുന്ന കുട്ടികളാണ് നമ്മളിവിടെ ഉള്ളത്. ഈ വർഷവും നമ്മളുടെ പാരമ്പര്യത്തിന് കോട്ടം വരുത്തിയിട്ടില്ല. അൽഹംദുലില്ലാ, വളരെ നല്ല നിലക്ക് കുട്ടികൾക്ക് ശോഭിക്കാനായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപകൻ മുഹമ്മദ് ബഷീർ സർ, PTA പ്രസിഡന്റ് ശ്രീ ഫൈസൽ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ഷഹീദ അൻസാർ, ഈ വിദ്യാലയത്തിന്റെ SRG കൺവീനർ സിനി ടീച്ചർ, മറ്റ് ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഈ വിദ്യാലയത്തില് 2 വർഷം മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഓരോ വിദ്യാലയത്തിലും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കാനായിട്ട് കഴിയും. ആ നിലയ്ക്ക് ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദിനാചരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഇവിടുത്തെ അധ്യാപകരെയും കുട്ടികളെയും വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. പിന്നെ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു, ഞങ്ങൾക്ക് ഉപജില്ലയിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നുള്ളത്. ആ സമ്മാനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. അത് നിങ്ങൾക്ക് തരുന്നതിന്, ഒരു നല്ല വേദിയിൽ വെച്ച് തരുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു മെറിറ്റ് യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ഓരോ വർഷവും ഇപ്പോ നിങ്ങളുടെ പ്രിൻസിപ്പൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതൊരു സോഷ്യൽ ഓഡിറ്റ് ആണ് എന്നുള്ളത്. എന്താ സോഷ്യൽ ഓഡിറ്റ്? ഈ വിദ്യാലയത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നിങ്ങളുടെ രക്ഷിതാക്കളും സമൂഹവും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മെറിറ്റ് ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത്.
കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറത്ത് ഇതിനകത്ത് വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഉപജില്ലയിലും ജില്ലയിലും മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിൽ പോയി അവിടെ മികവ് ആവർത്തിച്ച ജഹ്റ റിഹാനയെ ബഹുമാനികളെ ആദരിക്കുന്നു. പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും മർത്യരെ ആത്മമിത്രമാക്കുകിൽ മൂല്യമുള്ള മർത്യരെ ആത്മമിത്രമാക്കുകിൽ ജയിച്ചിടും ജ്വലിച്ചിടും ജീവിതത്തിലഖിലവും ജയിച്ചിടും ജ്വലിച്ചിടും ജീവിതത്തിലഖിലവും പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും മനുഷ്യരാശിയൊന്നടങ്കം ശത്രുപക്ഷമാകിലും മനുഷ്യരാശിയൊന്നടങ്കം ശത്രുപക്ഷമാകിലും പേടി വേണ്ട പാദമൂന്നി പതറിടാതെ നിൽക്കണം പേടി വേണ്ട പാദമൂന്നി പതറിടാതെ നിൽക്കണം പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും
മർമ്മവും ഒത്തുചേർന്നുത്തമരാൽ ഒരുമയോടെ വാഴണം. ഒത്തുചേർന്നിട്ടുത്തമരായി ഒരുമയോടെ വാഴണം. പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും ഓഹോ. പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും ഓഹോ. മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം. മടിച്ചിടാതെ മാനവന്റെ മോചനത്തിനുതകണം. പഠിക്കണം പകർത്തണം പുതിയ പാഠമൊക്കെയും നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. പാതിമേ മാത്രം മറച്ചും പച്ചവെയിലിൻ്റെ കാഠിന്യമേറ്റും. പാതിമേ മാത്രം മറച്ചും പച്ചവെയിലിൻ്റെ കാഠിന്യമേറ്റും. നേരിൻ്റെ നേർവഴി മാത്രം കാട്ടുന്ന മുത്തശ്ശൻ കാക്കുന്ന വിദ്യാലയം. ഗാന്ധി മുത്തശ്ശൻ കാക്കുന്ന വിദ്യാലയം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. ബാല്യകൗമാരങ്ങളാടിയും പാടിയും ജീവൻ പകർന്നൊരാ രംഗഭൂവിൽ. ബാല്യകൗമാരങ്ങളാടിയും പാടിയും ജീവൻ പകർന്നൊരാ രംഗഭൂവിൽ.
തോളത്തു കൈയിട്ട് കൂട്ടുകൂടി പോകാം, നെല്ലിത്തണലത്ത് ചെന്നിരിക്കാം. പിന്നിട്ട ജീവിത യാത്രകൾ തൻ പൊതി ചോറുന്നു ചേർന്ന് പങ്കുവെക്കാം. ആറാത്ത ഓർമ്മകൾ പങ്കുവെക്കാം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. കാൽപന്തു കളിയുടെ ആരവം കേട്ടിട്ട് കൈകൊട്ടുമി മുളം കാടുപോലെ. കാൽപന്തു കളിയുടെ ആരവം കേട്ടിട്ട് കൈകൊട്ടുമി മുളം കാടുപോലെ. കലപില കൂട്ടി രസിക്കാം, ചിരിക്കാം, പിന്നിത്തിരി നോവായി മടങ്ങാം. പോകും വഴിക്ക് മതിവരാതെ വെറുതെയൊന്നങ്ങ് തിരിഞ്ഞു നോക്കാം. ഇടയ്ക്കിടെ വെറുതെയൊന്നങ്ങ് തിരിഞ്ഞു നോക്കാം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം.
വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ വിജയത്തിന്റെ ദിവസമാണ്. ഒട്ടനവധി മേഖലകളിലായി നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ നേടിയെടുത്ത മികവാർന്ന വിജയം നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇന്ന് വിജയം നേടിയെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും മാതൃകയാക്കിക്കൊണ്ട് നാളെയുടെ മഹാവാഗ്ദാനങ്ങളായി മാറാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി.